ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കണമെന്ന സന്ദേശം. ഇതിനെപ്പറ്റി മുന്നും കർത്താവ് ശക്തമായ സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പറഞ്ഞാലും പല മക്കൾക്കും ബോധ്യപ്പെടാത്തൊരു വിഷയമാണ് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് സമ്പത്ത്. അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവം തരുന്ന സമ്പത്ത്. ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന സന്ദേശം. അത് അച്ഛന്മാരോ സഭയോ പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു വിഹിതമാണ്. സീസണിന് കൊടുക്കേണ്ടത് സീസണിനും ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും എന്നാണ് പറയുക. പലപ്പോഴും പല ദൈവികമായിട്ടുള്ള ഇവിടുത്തെ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ധ്യാനങ്ങൾ, കൗൺസിലിംഗ് ശുശ്രൂഷകൾ, ഇതിൽ നിന്നൊക്കെ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓർക്കുകയാണ്, ഇവിടുത്തെ ഒരു താമസമുള്ള ധ്യാനം ആരംഭിച്ച ഞായറാഴ്ച ദിവസം ഒരു ആരാധനാ സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം തരുന്നത് ഞാൻ വിളിച്ചു പറയുകയാണ്. ഇവിടെ വന്നിരിക്കുന്നവരിൽ ഒരു കുടുംബത്തിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞുണ്ട്. ആ കൊച്ചിൻ്റെ അപ്പനമ്മയും ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവർ ചെയ്യേണ്ടത്, അവർ ദശാംശം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ ഇങ്ങനൊരു തകർച്ച വന്നിരിക്കുക. അതുകൊണ്ട് അവരുടെ അച്ഛനെ വന്ന് പ്രത്യേകമായി കാണുക, എന്നിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യുക. ഇങ്ങനെ വന്ന് ഒരു മെസ്സേജ് വിളിച്ചു പറയുകയാണ്. സ്നേഹമുള്ളവരെ, ആ ആരാധന കഴിഞ്ഞ ഉടനെ തന്നെ ഈ ചെറുപ്പം ഭാര്യയും ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവർ പറഞ്ഞു, അച്ഛൻ വിളിച്ചു പറഞ്ഞ ആ വ്യക്തികൾ ഞങ്ങളാണ്, ഞങ്ങളുടെ വീട്ടിലാണ് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാറുണ്ടോ? ഇല്ല എന്നവർ പറഞ്ഞു. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അവരുടെ മാതാപിതാക്കളോ അവരോ അങ്ങനൊരു സങ്കല്പം അവർക്കില്ല അവരുടെ ജീവിതത്തിൽ, ഈ ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കുക എന്ന്. കുറേ കുടുംബങ്ങൾ അതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരനെ മനസ്സിലാക്കുക, ദശാംശം കൊടുക്കാതെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയില്ല. ദശാംശം കൊടുക്കൽ ഒരു ബന്ധന പ്രാർത്ഥനയാണെന്നാണ് പറയുക. ദശാംശം കൊടുക്കാതെ ഒരിക്കലും നമ്മുടെ ബന്ധനങ്ങൾ അഴിയില്ല. അത് ഒരു ബന്ധന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന സമ്പത്തിൻ്റെ ഒരു ദശാംശം ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. അത് സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ദശാംശം, സമയത്തിൻ്റെ ദശാംശമൊക്കെ കൊടുക്കണം എന്നാണ് പറയുക. ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ
ഇവിടെ വന്നതിന് ശേഷം ഈ കടലുണ്ടി റിട്രീറ്റ് സെൻറ്റർ ഇവിടെ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണ്. ഇവിടുത്തെ ഒരു സഹോദരൻ, ഇവിടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ജോലി ചെയ്തിരുന്നൊരു വ്യക്തി പെട്ടെന്ന് സ്ട്രോക്ക് വരികയാണ്. ആ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, കണ്ണീരോടെ കിടക്കുമ്പോൾ അവർ വീട്ടുകാർ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കരച്ചിലാണ്. ആ ചേട്ടൻ്റെ കർത്താവ് കൊടുത്തൊരു സന്ദേശം എന്നെ അത്ഭുതപ്പെടുത്തി. കർത്താവ് തന്നത് ഇങ്ങനെയാണ്, ഇങ്ങനൊരു വാക്ക് ഈശോയ്ക്ക് കൊടുക്കുക. എന്ത് വാക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, കർത്താവ് എനിക്ക് നീ പൂർണ്ണ ആരോഗ്യം തരികയാണെങ്കിൽ ഇനിയുള്ള നാൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഇനിയുള്ള നാൾ ഞാൻ നിനക്ക് വേണ്ടി ദൈവ ശുശ്രൂഷ ചെയ്യാം. ഇങ്ങനൊരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ നീ എഴുന്നേറ്റ് നടക്കും എന്ന് ഈശോ പറയുകയാണ്. ഈ സന്ദേശം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരിക്കലും എഴുന്നേൽക്കും എന്ന് നമുക്ക് ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായൊരു സൗഖ്യം കർത്താവ് എത്രയും വേഗം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ താമസമുള്ള ധ്യാനത്തിൽ സ്ഥിരം വന്ന് ഭക്ഷണമേശയിലും അടുക്കളയിലൊക്കെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ട ഒരാളും പറയില്ല അദ്ദേഹത്തിന് ഒരു കാലത്ത് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിപ്പോയൊരു വ്യക്തിയാണ്. അതുപോലൊരു സൗഖ്യം അദ്ദേഹത്തിനും ഇപ്പോഴും നന്നായിട്ട് അറിയാം. അപ്പം അദ്ദേഹം അന്ന് കൊടുത്ത വാക്കാണ്, കർത്താവ് നീ എനിക്ക് ആരോഗ്യം തരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം. അതുകൊണ്ട് ഇത് പല രീതിയിലും നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കർത്താവ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്കൊരു സൗഖ്യം തന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? നിനക്ക് ഇത്രയധികം സമ്പത്ത് ഞാൻ തന്നിട്ട് സഭയ്ക്ക് വല്ല ഉപകാരമുണ്ടോ? എൻ്റെ സുവിശേഷം എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇത് കർത്താവ് ചിന്തിക്കുന്നുണ്ട്. അത് സുവിശേഷത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. അതിന് പറ്റിയൊരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് ശതാധിപൻ തൻ്റെ ഭൃത്യൻ രോഗിയായി കിടക്കുമ്പോൾ ചില യഹൂദ പ്രമാണികളെ അടുത്തേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. യഹൂദ പ്രമാണികൾ വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് നല്ലൊരു ശതാധിപനുണ്ട്, ആ ശതാധിപൻ്റെ ഭൃത്യൻ രോഗിയായിട്ട് കിടക്കുകയാണ്, നീ വന്ന് സൗഖ്യപ്പെടുത്തണം, ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. ഈശോ ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ ഈ യഹൂദ പ്രമാണികൾ വീണ്ടും വാദിക്കുകയാണ്, നീ ഇത് ചെയ്തു കൊടുക്കാൻ ആ ശതാധിപൻ അർഹനാണ്. കണ്ടോ, അവർ വാദിക്കുന്നത് കണ്ടോ, അവരിങ്ങനെ വാദിക്കുകയാണ് യേശുവിൻ്റെ മുമ്പിൽ. നീ ഇത് ചെയ്തു കൊടുക്കാൻ ആ ശതാധിപൻ അർഹനാണ്, കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. കണ്ടോ, എടുത്തു പറയുകയാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് ഒരു സിനഗോഗ് ഫ്രീ ആയിട്ട് പണിത് തന്നിട്ടുണ്ട്. എന്തിനാ സിനഗോഗ് പണിയുന്നത്? വചനം വായിക്കാം, വചനം പ്രഘോഷിക്കാനുള്ള സ്ഥലമാണ് സിനഗോഗ്. കണ്ടോ, അപ്പം അദ്ദേഹം സഭയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. സഭയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ചെയ്തു തന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അടുത്ത വചനം ഇങ്ങനെയാണ്, യേശു അവരോടൊപ്പം പുറപ്പെട്ടു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം. അച്ഛൻ വ്യാഖ്യാനിച്ച വചനഭാഗം തന്നെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദശാംശത്തിൻ്റെ പ്രാധാന്യം ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇപ്പോൾ വിദേശത്തേക്ക് പോകാനോ, ജോലി കിട്ടാനോ, സ്ഥലവിൽപ്പന നടക്കാനോ, അല്ലെങ്കിൽ ആരോഗ്യം കിട്ടാനോ, രോഗശാന്തി കിട്ടാനോ, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ. പക്ഷെ കർത്താവ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നമ്മെപ്പോലെ കർത്താവും ചിന്തിക്കുന്നു, ഇത് നിനക്ക് ചെയ്തു തന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നീ UK പോയിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നിനക്ക് രോഗശാന്തി കിട്ടിയിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നിനക്ക് കുഞ്ഞുണ്ടായിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നിൻ്റെ മോളുടെ കല്യാണം നടന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം ഓരോ അനുഗ്രഹം തരുമ്പോൾ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് ഇതാണ്. ദൈവ ശുശ്രൂഷയിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കണം. ഈ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ ചിന്തകളോടെ നമുക്ക് ഈ വചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന്
തരണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അയച്ചു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിനോട് എടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഐക്യപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനാഭിഷേകം തരണമേ യേശുവേ. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാനുള്ള കൃപ തരണമേ. ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന സമയം, ദൈവം തരുന്ന കഴിവുകൾ, ഇതെല്ലാം ഉപയോഗിച്ച് ദൈവത്തിന് ദൈവ ശുശ്രൂഷ ചെയ്യാൻ കൃപ തരണമേ. സുവിശേഷ വേദിക്ക് വേണ്ടി അതെല്ലാം സമർപ്പിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമ്പത്ത് കൊണ്ട് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കൃപ തരണമേ. ആരോഗ്യം കൊണ്ട് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കൃപ തരണമേ. സമയം കൊണ്ട് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കൃപ തരണമേ. കഴിവുകൾ കൊണ്ട് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കൃപ തരണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ദശാംശം കൊടുക്കുന്നത് ഒരു ബന്ധന പ്രാർത്ഥനയാണെന്നുള്ള ബോധ്യം തരണമേ കർത്താവേ. ഉദാഹരണമായി ദശാംശം കൊടുക്കാനുള്ള കൃപ തരണമേ യേശുവേ. തെറ്റായ ചിന്തകളും മനോഭാവങ്ങളും എടുത്തു മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കി വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൻ, എൻ്റെ ദൈവത്താൻ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൻ, എൻ്റെ ദൈവത്താൻ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു.
ദൈവത്തിൻ്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ആരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട് തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര കൂടോത്ര ദുഷ്ദോഷം പൈശാചാക പീഡന ബാധകൾ കൈവിഷയങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നത് ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതിയും വന്ദനാൽ ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമണി സത്യയുടെയും മധ്യസ്ഥാനം നിഗാർ അബ്ബ ഗബ്രിയ മലമാട് സത്യമായ സഹതാ സംരക്ഷിക്കാനും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിൽ നിൽക്കുന്ന എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണങ്ങൾ തോന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങളും 10:40 ലുക്ക 4 മർക്കോസ് 16 ജോതിയോടെ 3 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്ദി പതിനെത്തിയ സകലവിധ പ്രകൃതിസ്വാമി ഇടിമിനിട്ട് ആശ്രയങ്ങൾ ഉറപ്പ് ദ്വേഷം വാസ്യം വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡിക ദ്രവ്യാസ് ഗോപാസ്തി ഭക്ഷണാസ്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം ഗതി വിവാഹതടസ്സം ജോലിതടസ്സം വിൽപ്പനാടസ്സം യാത്രാതടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രങ്ങൾ ബാഹ്യേന്ദ്രങ്ങൾ ചെറുതും വലുതുമായ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റവാളി ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസപരവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിപത്തിക്കുന്ന പൈശാചികരിക്കുന്ന അന്ധകാശത്തെ സാത്താശത്തെ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തെ ഞാൻ ശാസിക്കുന്നു യേശുനാഥത്തെ ബന്ധിക്കുന്നു യേശുനാഥത്തെ ബഹിഷ്കരിക്കുന്നു ഈശ്വരപുരുഷൻ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവന്റെ പ്രവേശിച്ചുവെന്ന് സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ. ഹാലുലിയ അലുലിയ 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 ഹാലുലിയ അലുലിയ ഹാലുലിയ അലുലിയ അലുലിയ കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കരങ്ങൾ വീശിയടിച്ച് ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എൻ്റെ ദൈവത്താൻ എൻ്റെ ദൈവത്താൻ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടത്തും. ശക്തമായ സ്തുതിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ചോ. ഹാലുലിയ അലുലിയ പറഞ്ഞ് സ്തുതിക്കുന്നു. ഹാലുലിയ അലുലിയ 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 എല്ലാവരും സ്തുതിക്കട്ടെ. അലുലിയ പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹാലുലിയ അലുലിയ 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 ശിരിരിരിരി ഈശോയുടെ ഇഷ്ടം നിറവേറ്റാനുള്ള കൃപ ലഭിക്കട്ടെ. ആലുലിയ അലുലിയ 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 ആലുലിയ ദൈവിക സന്ദേശങ്ങൾ എളിമയോടെ സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ശിരിരിരി വെളിപ്പെടുത്തലുള്ള സന്ദേശങ്ങൾ എളിമയോടെ സ്വീകരിക്കാൻ കൃപ ലഭിക്കട്ടെ. ആലുലിയ അലുലിയ 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 ആലുലിയ അലുലിയ 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 ഹാലുലിയ അലുലിയ 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 വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തേണ്ട മേൽത്താവേ. വചനാഭിഷേകത്തിന്റെ മേൽത്താവേ. ഹാലുലിയ അലുലിയ 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 ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിക്കുന്നു. ഷിയാരിയ സാക്ഷിയാക്കിനെ എന്നുള്ള ആഗ്രഹത്തോടെ സ്തുതിക്കുക. ശിരിരി ഗർഭിണികളെല്ലാം പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ മക്കളിൽ ഗർഭിണികളായ മക്കളെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിലെ ഗർഭിണികളുണ്ടോ? ശക്തമായി പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞവരോ രോഗികളായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവിത ഗർഭിണികളെ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരിക. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ ശക്തമായ തീരുമാനം എടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മുടികൊഴിച്ചിലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. മുടികൊഴിച്ചിൽ വ്യക്തമായ മെസ്സേജാണ്. മുടികൊഴിച്ചിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒറ്റപ്പാലം എന്ന സ്ഥലപ്പേര് തരുന്നു. ഒറ്റപ്പാലം തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമിതമായി എക്കിള് വരുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി നെഞ്ചിരിച്ചിലെ സൗഖ്യം തരുന്നുണ്ട്. വർഷങ്ങളായി മുട്ടുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സൈനസൈറ്റിസ് മൂലം വിഷമിക്കുന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ഒരാൾക്ക് വിടുന്ന നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്ന ഒരാൾക്ക് സൗഖ്യം തരുന്നുണ്ട്. അനു എന്ന വ്യക്തിയുടെ അലർജി രോഗം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മെറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദന 3 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്.
ഭർത്താവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഈച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ചെവി വേദനയുള്ള മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ കൈക്കാൽ മരവിപ്പ് വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിസി എന്ന മകളോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ്. വയറ്റിൽ ക്യാൻസറുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേഘന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ചും കുർബാനയിൽ സമർപ്പിച്ചും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം നൽകുകയാണ്. കിണറുകുത്തി എന്നാൽ പാറ കണ്ടതിനെ തുടർന്ന് അത് പൊട്ടിക്കാൻ ഒരുങ്ങുന്ന കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി സംബന്ധമായി വെള്ളം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അനീറ്റ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്നൊരു വശം തളർന്നു പോയൊരു സഹോദരനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പാലക്കൽ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. എന്ത് ജോലി തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മകനോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ സന്ദേശം നൽകുകയാണ്. മിശ്ര വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു കുടുംബത്തോട് അത് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം നൽകുകയാണ്. വായ്പുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ടയിൽ ക്യാൻസറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഒരു അധ്യാപികയുടെ കാൽമുട്ട് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. റാഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 3 നേരം ഇൻസുലിൻ കുത്തുന്ന ഒരു പ്രമേഹ രോഗിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. തണ്ടല് വേദനയുള്ള മിനി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സംസാര തടസ്സം വിക്കുള്ളവർ പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലെ വെള്ളപ്പാണ്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. രാത്രിയിൽ ഉറക്കം ലഭിക്കാത്ത അവസ്ഥയും എന്ത് ഭക്ഷണം കഴിച്ചാലും ശ്രദ്ധിക്കാൻ വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുക. ആ വ്യക്തി ഒത്തിരി വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഈശോ പറയുകയാണ്. ആ വ്യക്തിയോട് വെഞ്ചിരിച്ച തേൻ വാങ്ങി കഴിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. കള്ളക്കുമ്പസാരം നടത്തുന്ന ഒത്തിരി പേരെ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിൽ കാണുകയാണ്. ഒരു ആത്മശോധന ചെയ്യുക, ഞാൻ തുറന്നൊരു കുമ്പസാരമാണോ നടത്തുന്നത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നായി പ്രാർത്ഥിച്ച് ആത്മശോധന ചെയ്ത് ഒരുങ്ങി കുമ്പസാരിക്കാൻ സന്ദേശം തരികയാണ്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ്. വർക്കി എന്ന മകനോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. കിളിമാനൂർ എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പട്ടയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുട്ടിയുടെ ചെവിക്കടി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിന്നു എന്ന വിളിപ്പേരുള്ള ഒരു മകളുടെ വിസാ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. നട്ടെല്ല് ബൾജായിരിക്കുന്ന ഒരു അധ്യാപിക കർത്താവ് സൗഖ്യപ്പെടുന്നു. ESR കൂടുതലുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കഴുത്തിന് ചുറ്റും നീര് വന്ന് വേർതിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. 6 വർഷമായുള്ള ഒരാളുടെ കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പാരീസ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ യൂറിൻ പോകാനുള്ള മൂത്രം പോകാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടെ ശ്വാസമുട്ടൽ വരുന്ന ഒരാളോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഈ രാത്രിയിൽ ഉറങ്ങുന്നതിനിടെ ഇടവിട്ട് തുമ്മൽ വരുന്നൊരു വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ICUവിലായിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എബി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ലില്ലി എന്ന മകളെയും കുടുംബത്തെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരികയാണ്. ടെസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറിൽ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന അലൻ എന്ന കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽപാദം വിണ്ടുകീറി പൊട്ടുന്ന 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആക്സിഡൻറ്റിനെ തുടർന്ന് കോമ സ്റ്റേജിലായിരിക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. LLBക്ക് പഠിക്കുന്ന ഒരു മകനോട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഓസ്റ്റിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കിണറ്റിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 12ഓളം വീടുകളിൽ സമൃദ്ധമായ ജലം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറയുന്നു. 50 ലക്ഷത്തോളം കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. UK പോകാൻ ഒരുങ്ങുന്ന നേഴ്സായൊരു മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആൻഡ്രൂസ് എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മീൻമുള്ള തൊണ്ടയിൽ കുടുങ്ങി ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബോൺ ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മൈക്കിൾ എന്ന മകൻ്റെ ജോലി തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ടോൺസിലൈറ്റിസ് ഉള്ള ഒരു മകനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്ന് കാക്കശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ അഭിഷേകം കർത്താവ് തരുന്നതിനകത്ത് സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് പറയാത്തതും എല്ലാ അനുഗ്രഹവും സ്തുതിക്കുന്നു. എൻ്റെ പേര് ബിന്ദു, നിലമ്പൂരിൽ നിന്ന് വരുന്നു. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് കൈക്ക് അലർജി ആയിരുന്നു. സോപ്പ് തട്ടുമ്പോഴും കൈ നനഞ്ഞു കഴിയുമ്പോൾ വിരലിൻ്റെ ഇടയ്ക്ക് ചൊറിച്ചിലും അവിടുന്ന് പിന്നെ രക്തം പൊടിയുമായിരുന്നു. നല്ല ചൊറിച്ചിലും അവിടെ ഇങ്ങനെ മുറിവുണ്ടാവുമായിരുന്നു. അപ്പോൾ എന്നും രാത്രിയിൽ ഞാൻ ഓയിൽമെൻറ്റ് പുരട്ടിയിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഈ ഡോക്ടറെ കാണിച്ചപ്പോൾ കൈ നനയാതെ നോക്കണം, ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് ഗ്ലൗസ് ഇടുന്നത് ഇഷ്ടമില്ല. പിന്നെ ഞാൻ എൽ റുഹായുടെ പറ്റി കേട്ടത് ജൂൺ മാസത്തിലാണ്. ആ സമയത്ത്
ഞാൻ എൽ റുഹയിലെ ശുശ്രൂഷകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ശാലോം ടി വിയിലെ എൽ റുഹ ദൈവവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ദിവ്യകാരണത്തിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു ബിന്ദുവിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന്. ഇപ്പം 4 മാസമായിട്ട് ആ ചൊറിച്ചിലും ആ കൈപൊട്ടലും ഒന്നുമില്ല, പൂർണ്ണ സൗഖ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ നിങ്ങൾക്കും എൽ റുഹ ശുശ്രൂഷയിലൂടെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് വാട്സപ്പ് നമ്പറിൽ വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചോ സാക്ഷ്യപ്പെടുത്തണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. പ്രത്യേകിച്ച് ഈ എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിലോട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രത്യേകം വന്ന് സാക്ഷ്യപ്പെടുത്തുക. വചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും ബോധ്യപ്പെടട്ടെ. ഒരു വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ അതുപോലെ അത്ഭുതങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഇന്ന് നമ്മൾ 10 വചനമാണ് ഏറ്റുപറഞ്ഞത്. അപ്പോഴാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ. ഇതെല്ലാം ഇതിൽ കൂടുതൽ ഏതാനും ചില അനുഗ്രഹങ്ങൾ മാത്രമാണ് ഇവിടെ വെളിപ്പെടുത്തുക. അത്രമാത്രം അനുഗ്രഹമാണ് കിട്ടുക. അതുകൊണ്ട് ഈ ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ നിയോഗം വെച്ച് 7 ആഴ്ച, 9 ആഴ്ച, 11 ആഴ്ച, 13 ആഴ്ച അങ്ങനെ കാണാം. അല്ലെങ്കിൽ 7 എണ്ണം, 9 എണ്ണം, 13 എണ്ണം, 21 എണ്ണം, 33 എണ്ണം അങ്ങനെ ഇത് ഓൾറെഡി യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ശാലോമിൻ്റെ. അത് നിങ്ങളെടുത്ത് കാണാം. അങ്ങനെ നിയമം വെച്ച് കാണുക. ഈ ശുശ്രൂഷയെ പറ്റി മറ്റുള്ളവരൊക്കെ അറിയിക്കുക. അങ്ങനെ ഒരു പ്രേക്ഷിത വേല ചെയ്യുക. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ചോട്ടോ. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.